രാജ്യാന്തര അവയവ കച്ചവടത്തിനായുള്ള മനുഷ്യക്കടത്ത് കേസിലെ മുഖ്യപ്രതികൾ ഹൈദരാബാദിൽ ഒളിവിൽ. പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഒരു ടീം ഹൈദരാബാദിൽ തുടരുകയാണ്. അറസ്റ്റിലായ സാബിത്ത്, സജിത് ശ്യാം എന്നിവരുടെ കൂട്ടാളികളാണ് ഹൈദരാബാദിൽ ഒളിവിലുള്ളതായി വ്യക്തമായ സൂചന ലഭിച്ചത്. അവയവക്കടത്ത് കേസിലെ മുഖ്യപ്രതി സാബിത്തിന്റെ സഹായിയായി പ്രവർത്തിച്ചയാളായിരുന്നു അറസ്റ്റിലായ എടത്തല സ്വദേശി സജിത് ശ്യാം. ഇരുവരുടെയും മൊഴികളിലുള്ള പ്രധാന കൂട്ടാളികളാണ് ഹൈദരാബാദിലുള്ളത്. അവയവ കച്ചവടത്തിലെ മുഖ്യകണ്ണിയായ ഏജന്റിനെ തേടി അന്വേഷണ സംഘം തമിഴ്നാട് സേലത്തുമെത്തിയിരുന്നു. സേലത്തെ 3 ആശുപത്രികൾ കേന്ദ്രീകരിച്ച് 2015 തന്നെ അന്വേഷണം നടക്കുകയും ചെയ്തിട്ടുണ്ട്. ചെന്നൈ, ബംഗളൂരു, ഹൈദരാബാദ് നഗരങ്ങൾ കേന്ദ്രീകരിച്ചാണ് അവയവ കച്ചവടത്തിലുള്ള മനുഷ്യക്കടത്ത് കേസിൽ അന്വേഷണം നീങ്ങുന്നത്. മുഖ്യകണ്ണികളും ഏജന്റുമാരും ഇരകളുമെല്ലാം ഈ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ്. റാക്കറ്റിലെ പോലീസ് തിരയുന്ന മതവും കൊച്ചി കേന്ദ്രമാക്കിയുള്ള അവയവ കച്ചവട മാഫിയുമായുള്ള ബന്ധവും അന്വേഷിക്കുന്നുണ്ട്. കൊച്ചി സംഘം രാജ്യാന്തര അവയവ കച്ചവട സംഘത്തിനായി ഇരകളെ കണ്ടെത്തി നൽകിയിട്ടുണ്ടോ എന്ന സംശയവും ശക്തമാണ്. ഹൈദരാബാദിലെ ഒരു ഡോക്ടറാണ് ഇന്ത്യയിലെ അവയവ കച്ചവടത്തിലെ പ്രധാനിയായി പ്രവർത്തിച്ചിരുന്നതെന്ന് സാബിത്ത് മൊഴി നൽകിയിട്ടുണ്ട്. മെയ് 22-ന് 14 ദിവസത്തെ കസ്റ്റഡിയിൽ ലഭിച്ച സാബിത്ത് നാസറിന്റെ ചോദ്യം ചെയ്യൽ തുടരുമ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ നിർണായകമാണ്. അവയവ കച്ചവടത്തിന് ഇരകളെ കൊണ്ടുപോയ ഇറാനിലാണ് കേസിൽ പോലീസ് തിരയുന്ന മധുവുമുള്ളത്. വിദേശത്തുള്ള മുഖ്യ ആസൂത്രകരെ കണ്ടെത്താൻ ഇന്റർപോളിന്റെ സഹായവും തേടും. ജനം, കൊച്ചി.